Hi dears, welcome back. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എഗോ ആൻഡ് ബിഫോർ. എഗോ ആൻഡ് ബിഫോർ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് സെൻറ്റൻസ് പറയുമ്പോഴാണ് നമ്മൾ എഗോ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ബിഫോർ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഗോ ബിഫോർ എന്താണ് ഒക്കെ ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. എന്താണ് മുമ്പ്, പണ്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അല്ലേ, എഗോയ്ക്കും അതുപോലെ തന്നെ ബിഫോറിനും. പക്ഷേ നമ്മൾ ഈ രണ്ട് വേർഡ്സും ഉപയോഗിക്കുന്നതും എന്താണ് ഒരേ ടൈപ്പ് സെൻറ്റൻസിലല്ല, വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ തെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടെ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ ഞാൻ തീർത്തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് എഗോ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. എഗോ എന്ന് വെച്ചാൽ എന്താണ്, മുമ്പ്, പണ്ട് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. കുറേ മുമ്പ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എഗോ ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഏതെങ്കിലും ഒരു ഒറ്റ ഇൻസിഡൻറ്റ് പറയുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച ഒരു ഒറ്റ ഇൻസിഡൻറ്റ്, ഏതെങ്കിലും ഒരു സംഭവത്തെ നമ്മൾ പറയുമ്പം അന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറിയൊക്കെ നരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റോറി നമ്മൾ പറയാറില്ലേ, എന്താണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളിടത്ത് നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലോങ് ഇയേഴ്സ് എഗോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി നരേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് പറഞ്ഞു. ഒന്ന് പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സംഭവത്തെ പറയുമ്പോൾ, അതായത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അന്ന് സംഭവിച്ചതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് സ്റ്റോറി നരേറ്റ് ചെയ്യാൻ എഗോ ആണ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. നമ്മൾ എന്താണ് ഒരു പ്രത്യേകിച്ച് ഒരു ടൈം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ഇത്ര വർഷം മുമ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇത്ര വർഷം മുമ്പ്, ഇത്ര മിനിറ്റ്സ് മുമ്പ് എന്നൊക്കെ പറയില്ലേ, ഇത്ര ഡേയ്സിന് മുമ്പ് എന്ന ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അവിടെ എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സെൻറ്റൻസുകളിലൂടെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. അരുൺ വെൻറ്റ് ടു ദ ഓഫീസ് 10 minutes ago. അരുൺ വെൻറ്റ് ടു ദ ഓഫീസ് 10 minutes ago. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഇതിലുണ്ടോ നോക്കിക്കേ, ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ്സിൽ എന്തായാലും ഉണ്ടാവും. എന്താണ്, അരുൺ വെൻറ്റ് ടു ദ ഓഫീസ് 10 minutes ago. അരുൺ ആ ഓഫീസിലേക്ക് 10 മിനിറ്റ് മുമ്പ് പോയി. എഗോ മുമ്പ്, 10 minutes ago 10 മിനിറ്റ് മുമ്പ് പോയി. അപ്പം എന്താണ്, ഇത് എല്ലാവർക്കും അറിയാം, ഇത് പാസ്റ്റ് ടെൻസ് അല്ലേ, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം എന്താണ്, വെൻറ്റ് എന്നുള്ളത് പാസ്റ്റ് ആണ് അല്ലേ. ഗോ എന്നാൽ പോകുക, പോയി എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്, വെൻറ്റ് പോയി. പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് കേട്ടോ, മുമ്പ് പോയ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അരുൺ വെൻറ്റ് ടു ദ ഓഫീസ് 10 minutes ago. 10 മിനിറ്റ് മുമ്പ് അരുൺ ഓഫീസിൽ പോയി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ, വെൻറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 10 minutes ആണ് അല്ലേ, 10 മിനിറ്റ് മുമ്പ്. ഓക്കെ, 10 minutes എന്നുള്ള ടൈം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ബിഫോർ ഉപയോഗിക്കുന്ന തെറ്റാണ്. 10 minutes ബിഫോർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. കാരണം അവിടെ സ്പെസിഫിക് ആയിട്ട് ടൈം പറയുന്നുണ്ട്, അതുകൊണ്ട് അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത സെൻറ്റൻസ് നോക്കാം. I called Varsha 2 days ago. I called Varsha 2 days ago. മുമ്പ് പറഞ്ഞ സെൻറ്റൻസ് പോലെ തന്നെയാണ് അല്ലേ, 2 ദിവസം മുമ്പ് ഞാൻ വർഷയെ വിളിച്ചിരുന്നു. ഐ കോൾഡ് വർഷ, ഞാൻ വർഷയെ വിളിച്ചു. കോൾഡ് അല്ലേ, കോൾഡ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് പാസ്റ്റ് ആണ് അല്ലേ, വിളിച്ചു എന്നാണ് അർത്ഥം. കോൾഡ് അല്ലേ, കോൾ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്, കോൾഡ് അല്ലേ, പാസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം എന്താണ്, എഗോ വന്നു. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ടൈമിനെ പ്രത്യേകം എടുത്ത് പറയുന്നില്ലേ, 2 days എന്നല്ലേ, 2 ദിവസം എന്നവിടെ കാണിക്കുന്നില്ലേ, 2 days ago. അപ്പോൾ എന്താണ്, അവിടെ എഗോ ആണ് കേട്ടോ. 2 days ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എഗോ ആണ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് നോക്കാം.
3 years ago, I met my friend in Dubai. 3 years ago, I met my friend in Dubai. 3 വർഷം മുമ്പ് 3 years ago 3 years എന്നൊരു സ്പെസിഫിക് ടൈം അവിടെ പറയുന്നുണ്ട് അല്ലേ, ഒരു 3 years എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് അവിടെ എഗോ ആണ് കേട്ടോ. 3 years ago I met my friend, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മെറ്റ് ചെയ്തു. മീറ്റ് എന്നാൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോമാണ് അത് മെറ്റ് അല്ലേ. നിങ്ങൾക്കറിയാം മെറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് പാസ്റ്റ് ഫോമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് എഗോ ആണ് കേട്ടോ. ഓക്കെ, ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദുബായ്. ദുബായിൽ വെച്ചിട്ട് 3 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറയുമ്പോൾ ഒരു കാലം അല്ലേ, ഇത്ര വർഷം മുമ്പ്, ഇത്ര ഇയേഴ്സ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ പാസ്റ്റ് ഫോം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടില്ലായിരുന്നോ, സ്റ്റോറിയൊക്കെ നരേറ്റ് ചെയ്യാൻ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. A long time ago, there was a king named ദേവാനന്ദ. A long time ago, ഒരുപാട് മുമ്പ്, ഒരുപാട് വർഷങ്ങൾ മുമ്പ്, ഒരുപാട് മുമ്പ് അല്ലേ. There was a king, അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. named ദേവാനന്ദ. ദേവാനന്ദ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളൊരു സ്റ്റോറി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോറിയൊക്കെ നരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ പറയാം. നെക്സ്റ്റ്, ലോങ് ഇയേഴ്സ് എഗോ എ ബ്യൂട്ടിഫുൾ ഗേൾ കോൾഡ് സിൻഡ്രല്ല ലിവ്ഡ് ഇൻ ലണ്ടൻ. എന്താണ് അർത്ഥം? ലോങ് ഇയേഴ്സ് എഗോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എ ബ്യൂട്ടിഫുൾ ഗേൾ കോൾഡ് സിൻഡ്രല്ല. സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ലണ്ടനിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റോറിയാണ് ഇത് പറയുന്നത്, ഒരു സ്റ്റോറിയെ നരേറ്റ് ചെയ്യാണ്. അപ്പോൾ സ്റ്റോറിയെ നരേറ്റ് ചെയ്യാൻ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഒറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. The baby went to sleep an hour ago. The baby went to sleep an hour ago. ഇതെന്താണ്? ഇത് പാസ്റ്റ് ടെൻസ് ആണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ആൻ അവർ എന്നൊരു സമയം അവിടെ പറയുന്നുണ്ട് അല്ലേ. ആൻ അവർ, ഒരു മണിക്കൂർ എന്നൊരു സമയം അവിടെ പറയുന്നില്ലേ. അപ്പം ആൻ അവർ എഗോ, ഒരു മണിക്കൂർ മുമ്പ് കുട്ടി ഉറങ്ങിയിരുന്നു. ദ ബേബി വെന്റ് ടു സ്ലീപ്പ്, കുട്ടി ഉറങ്ങി. The baby went to sleep an hour ago. ഒരു മണിക്കൂർ മുമ്പ് കുട്ടി ഉറങ്ങി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ടൈം പറയുന്നുണ്ടെങ്കിൽ അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലെ ഒരു ഇൻസിഡൻറ്റിലെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റോറി നരേറ്റ് ചെയ്യാനും നമ്മൾ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബിഫോർ എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സമയം, പ്രത്യേകിച്ച് സമയം കാണിക്കുമ്പോൾ അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബിഫോർ ഉപയോഗിക്കുമ്പോൾ എന്താണ്, അവിടെ സ്പെസിഫിക് ആയിട്ട് ടൈം ഒന്നും പറയില്ല കേട്ടോ. ഇത്ര ദിവസം മുമ്പേ അല്ലെങ്കിൽ ഇത്ര സമയം മുമ്പ്, ഇങ്ങനെ സമയമൊന്നും പ്രത്യേകിച്ച് അവിടെ കാണിക്കില്ല. അപ്പോൾ അവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മൾ സമയം ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ എഗോ ഉപയോഗിക്കുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എഗോ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബിഫോറിൻ്റെ കേസിൽ വരുമ്പോൾ അത് നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രസൻറ്റ് വേർബ്സിൻ്റെ കൂടെയാണ് ഈ ബിഫോർ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. എഗോ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ബിഫോർ പ്രസൻറ്റ് ഫോംസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്പെഷ്യലി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഇൻസിഡൻസിനെ പറ്റി പറയുമ്പോൾ, ഏതെങ്കിലും സംഭവിച്ച 2 കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഏത് ആദ്യം സംഭവിച്ചു അവിടെ നമ്മൾ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ? 2 കാര്യങ്ങൾ സംഭവിച്ച 2 കാര്യങ്ങൾ അല്ലേ, 2 എണ്ണം കണക്ട് ചെയ്തിട്ട് സംഭവിച്ച കാര്യം നമ്മൾ മറ്റുള്ള ഒരാളോട് പറയുകയാണെങ്കിൽ ആദ്യം എന്താണോ സംഭവിച്ചത് അവിടെ നമ്മൾ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. I have read that novel. I have read that novel before. I have read that novel before. ആ നോവൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ആ നോവൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. നോവലിൻ്റെ പേരും കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഐ ഹാവ് റെഡ് ദാറ്റ് നോവൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എന്താണ്, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഹാവ് വന്നു, അതുപോലെ തന്നെ റീഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രസൻറ്റ് ഫോമിൻ്റെ കൂടെയാണ്, പ്രസൻറ്റ്
പെർഫെക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ സ്പെഷ്യലി ബിഫോർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഐ ഹാവ് റെഡ് ദാറ്റ് നോവൽ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ എപ്പോഴും ഹാസോ അല്ലെങ്കിൽ ഹാവോ ഉണ്ടാവും കേട്ടോ. ഐ ഹാവ് റെഡ് ദാറ്റ് നോവൽ ബിഫോർ. മുമ്പ് ഞാൻ ഈ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബിഫോർ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് സമയം, കാര്യവും, ദിവസമോ സമയമോ ഒന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒരു ടൈം എക്സ്പ്രഷനും ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, വി ഹാവ് ബീൻ ദർ ബിഫോർ. വി ഹാവ് ബീൻ ദർ ബിഫോർ. ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. മുമ്പ് അവിടെ പോയിട്ടുണ്ട്. എന്ന് പോയിന്നോ, എപ്പോൾ പോയിന്നോ, എത്ര വർഷം മുമ്പ് പോയിന്നോ ഒന്നും അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് ബിഫോർ ആണ് കേട്ടോ. ഒരു ടൈം എക്സ്പ്രഷൻ ഒന്നും അവിടെ പറയുന്നില്ല, അതുകൊണ്ട് എന്താണ് അവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. വി ഹാവ് ബീൻ ദർ ബിഫോർ. ഓക്കെ, ഇതും ഒരു പ്രസൻറ്റ് ഫോമിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. വി ഹാവ് ബീൻ എന്നാണ്. ഹാവ് ബീൻ ഒക്കെ എന്താണ് പ്രസൻറ്റ് ഫോമാണെന്ന് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടില്ലായിരുന്നു, 2 ഇൻസിഡൻസ് നടക്കുമ്പോൾ അതിലേതാണ് ആദ്യം സംഭവിച്ചത് ആ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. The train had left before I reached the railway station. The train had left before I reached the railway station. എന്താണ് അർത്ഥം? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. The train had left before. ട്രെയിൻ പോയിരുന്നു മുമ്പ്. I reached the railway station. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ് അല്ലേ. ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. ട്രെയിൻ പോയതിന് ശേഷമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ബിഫോർ ആണ് വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് സംഭവിച്ചത്? അവിടെ ബിഫോർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. പേഷ്യൻ്റ് മരിച്ചു എന്നുള്ളതാണ് അല്ലേ. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ്? പേഷ്യൻ്റ് മരിച്ചു എന്നുള്ളതാണ് ഇവിടെ ആദ്യം സംഭവിച്ചത്. പേഷ്യൻ്റ് മരിച്ചതിന് ശേഷമാണ് ഡോക്ടർ വന്നത് അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് മരിച്ചു എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അപ്പോൾ അവിടെ ബിഫോർ ഉപയോഗിച്ചു. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റൊരു എക്സാമ്പിളും കൂടെ പറയാം. ഹി മൂവ്ഡ് ടു ദി USA 2 years before Peter did. He moved to the USA 2 years before Peter did. പീറ്റർ പോകുന്നതിൻ്റെ 2 വർഷം മുമ്പ് അയാൾ USA പോയിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അദ്ദേഹം USA പോയി. 2 years before Peter did. പീറ്റർ പോയതിൻ്റെ 2 വർഷം മുമ്പ് അദ്ദേഹം USA പോയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ 2 years എന്ന് കണ്ടിട്ട് ആരും എഗോ കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത് കേട്ടോ. 2 years എഗോ എന്ന് പറയരുത്. കാരണം ഇവിടെ 2 സംഭവങ്ങൾ പറയുന്നുണ്ട് അല്ലേ. 2 ഇൻസിഡൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് പീറ്റർ പോയതും ഒന്ന് അദ്ദേഹം പോയതുമാണ് പറയുന്നത്. ഇങ്ങനെ 2 ഇൻസിഡൻസ് കാണുമ്പോൾ അവിടെ എന്താണ് എഗോ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അത് തെറ്റാണ്. ഒറ്റ ഇൻസിഡൻസിൻ്റെ കൂടെയാണ് നമ്മൾ എഗോ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ 2 ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ എഗോ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഗോ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ പ്രത്യേകം സമയമൊക്കെ വെച്ചിട്ട് ടൈം എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എഗോ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പാസ്റ്റ് ഫോം ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോറി നരേറ്റ് ചെയ്യാനും നമ്മൾ എഗോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ബിഫോർ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ബിഫോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് ടൈം എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് സംഭവിച്ച 2 ഇൻസിഡൻസിനെ പറയുമ്പോൾ അതിൽ ആദ്യം സംഭവിച്ചത് എന്താണോ അവിടെ നമ്മൾ ബിഫോർ ഉപയോഗിക്കുന്നു. ഓക്കെ, ആദ്യം സംഭവിച്ചതിൽ നമ്മൾ ബിഫോർ ഉപയോഗിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.